ശരിക്കും ചേച്ചിക്ക് ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണോ, സത്യം അല്ല എന്നെങ്കിൽ നമുക്ക് അറിയണം എന്നൊരു ആഗ്രഹമുണ്ട്. എന്താണ് ചേച്ചി ശരിക്കും സത്യം? അതെ, ക്യാൻസർ ആണ്. ഓക്കെ, രേണുസുതിക്ക് ക്യാൻസർ ആണ് എന്ന് രേണുസുതി തന്നെ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും വിചാരിക്കും ഡാനി ഇതിന് ഈ കോണ്ടന്റ് എടുത്തുകൊണ്ട് വരുന്നത്, ഡാനി ഇത് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ഫേസ്ബുക്കിലും എൻ്റെ ഇൻസ്റ്റയിലൊക്കെ എനിക്ക് തോന്നുന്നു 1.5 മാസം മുമ്പ് ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എല്ലാവരും കണ്ടന്റ് ചെയ്യുമ്പോഴും ഞാൻ ആ ഒരു കാര്യം പറഞ്ഞു, ഇനി ഞാൻ രേണുവിൻ്റെ കണ്ടന്റ് എടുക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനുശേഷം ഈ പറയുന്ന താത്തയുടെ വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളായിരുന്നു. ഒറ്റൊരു വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നു. അതിനകത്ത് ഞാൻ ഈ പറയുന്ന രേണുസുതിയുടെ കാര്യം ഒരു അക്ഷരം പോലും ഞാൻ വേണ്ടിയിട്ടില്ല. മൊത്തം താത്തയാണ് പറഞ്ഞത്. ഓക്കെ, ഇനി എനിക്കിവിടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. ഈ ക്യാൻസർ ആണെന്ന് പറഞ്ഞ സമയത്ത് കുറച്ച് വിഷയങ്ങളുണ്ടായിരുന്നു. അതുൽ ബ്ലോഗ്സും ഈ പറയുന്ന താത്തയും തമ്മിൽ കുറച്ച് വിഷയങ്ങളുണ്ടായിരുന്നു. ഈ അതുലിനെ ഇഷ്ടപ്പെടുന്നതും ഈ താത്തയെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ ചേച്ചിയാണ് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണ് പരിമല ഹോസ്പിറ്റൽ. അപ്പം രേണു അവിടെ ചെക്കപ്പിന് ചെന്നിട്ടുണ്ടായിരുന്നു. ക്യാൻസർ എൻ്റെ ചെക്കപ്പിനും കാര്യങ്ങളൊക്കെ ചെന്നായിരുന്നു. അപ്പം ആ ചേച്ചി ആ നേഴ്സ് എന്തെടുത്ത് ഈ വീട്ടിൽ വന്നപ്പോൾ ഈ അനിയത്തോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ അനിയത്തി എന്തെടുത്ത് അതുലിനോട് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് ഈ പറയുന്ന താത്തയോടും പറയുകയും ചെയ്തു. അവസാനം വന്ന് താത്ത എന്തുകൊടുക്കും, 15 മിനിറ്റുള്ളിൽ താത്തയ്ക്ക് ഉത്തരം കൊടുത്തില്ലെങ്കിൽ താത്ത എന്തുകൊടുക്കും, നിന്റെ വോയിസ് പുറത്ത് വിടും, അങ്ങനെയാണ് മറ്റാണെന്ന് പറഞ്ഞാൽ താത്ത അതിനെ ഭീഷണിപ്പെടുത്തി. ഇത് നമ്മുടെ വീഡിയോ കൂടെ പറഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ പോലും വിശ്വസിച്ചില്ല. അതിലും ആ പെണ്ണും കൂടെ നടത്തുന്ന നാടകം എന്നുള്ള രീതിയിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിൻ്റെ താഴെ വന്ന കുറേ കമൻസുകളും, കാരണം തെളിവുകൾ വെച്ച് മാത്രമേ താത്ത തൊലിക്കാറുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വന്നിട്ട് കമൻറ്റ് ഇടാറുണ്ടായിരുന്നു. ഇപ്പോൾ ഒഫീഷ്യലി ഈ പറയുന്ന അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട് ഈ കാര്യം. ഞാൻ നിങ്ങളൊന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി വന്നേ. പിന്നെ ആ വിഷയത്തിൽ തന്നെ ഒലീവിയ വിഷയത്തിൻ്റെ കാര്യം ഈ താത്ത ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന കൂട്ട് ഞാൻ അതിൻ്റെ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, ഇത് മൊത്തം കാണാൻ ഞാൻ നിങ്ങളോട് തൊഴുത് പറയുകയാണ്. മൊത്തം കണ്ടേ പറ്റത്തുള്ളൂ. കാരണം ഞങ്ങൾ ഇതൊക്കെ വിട്ടെന്നങ്ങ് കരുതിയോ, എന്തെങ്കിലും രേണു വന്നിട്ട് ഈ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. അതിനു മുമ്പേ താത്ത പറയുന്ന ഒലീവിയ കേസ് കേട്ടില്ല. ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ പറയുന്ന താത്തയുടെ വീഡിയോക്കകത്ത് തന്നെ പറയുന്നുണ്ട് വി ഹിയർ എന്ന് പറയുന്ന നമ്മുടെ ചേട്ടനാണ് വി ഹിയർ. ഓക്കെ, പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം അതൊന്ന് കേൾപ്പിക്കുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് വി ഹിയറിലോട്ട് പോവാം. കൃത്യമായ കാര്യങ്ങളുണ്ടായിരുന്നു. എന്റെ ചാനലിൽ കൂടെ ഒലിവിയയുടെ ആ പെണ്ണ് വന്ന് കൃത്യമായി അവരുടെ പൈസ കൊടുത്തോളാം എന്ന് പറഞ്ഞ അവരെ പോയി ബ്രെയിൻ വാഷ് ചെയ്ത് ആക്കിയത് ആരാണെന്ന് അറിയത്തില്ലേ? അത് ഈ മാമന അമ്മാരി പരിപാടിയൊക്കെ ചെയ്തത് ഇതാണ്. എല്ലായിടത്തും എങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കി നടക്കുന്നത് ഞാൻ സോൾവ് ചെയ്യാൻ നടക്കുന്നതാണ്. ഒലീവയുടെ വിഷയത്തിലേത് അതുൽമാമയാണ് പോയി പ്രശ്നം ഉണ്ടാക്കിയത്. അവിടെ ചെന്ന് പുള്ളിക്കാരിയും അൽത്താഫ് വ്ലോഗുമാണ് അവിടെ പോയി ഇന്റർവ്യൂ എടുത്തെന്നൊക്കെ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഈ പറയുന്ന ഒലിവിയ വിഷയത്തിൽ അച്ചുമായിട്ട് ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. വന്നെല്ലാം കഴിഞ്ഞ് അവിടെ പോയതിനു ശേഷം പിന്നെ അച്ചുവിനെതിരായിരുന്നു സംസാരിക്കാൻ തുടങ്ങിയത്. ഇത് നിങ്ങൾ കേട്ടോണം, കറക്റ്റായിട്ടുള്ളൊരു കാര്യം ഞാൻ അവിടെ പറയാൻ പോകുന്നത്. ഈ ഒലിവയ്ക്കെതിരെ സംസാരിച്ച ഒറ്റ ഒരു വ്യക്തി, ഞാൻ ആണുങ്ങളെപ്പോലെ സംസാരിച്ച ഒറ്റ ഒരാളെ ഉള്ളത് അതുൽ മാത്രമേ ഉള്ളായിരുന്നു. ഉറപ്പോടെ തന്നെ സംസാരിച്ചൊരു വ്യക്തി. ആ അതുലിനെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് പോയത് തന്നെ ഇത് സോൾവ് ചെയ്യാൻ കൊണ്ടുപോയത് വി ചേട്ടനാണ്. വി ഹിയർ ആണ് സോൾവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പം അച്ഛൻ്റെ ഹസ്ബൻഡ്, പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി, പുള്ളിക്കാരൻ പറഞ്ഞു ഓക്കെ അവരെ പെൺകുട്ടികളെല്ലാം വിളിക്കും, നമുക്ക് സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞു. സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ പെൺകുട്ടികൾ എന്തെടുത്ത് ഈ പറയുന്ന താത്തയെ വിളിച്ച് നിയമപരമായിട്ട് നമുക്കൊന്ന് ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഇപ്പോഴും ആ പെൺകുട്ടികൾക്ക് നീതി കേട്ടില്ല, ഇവരെ വാക്ക് കേട്ടിട്ട് പോയി. എന്നിട്ട് ആ പെൺകുട്ടികൾ പിന്നെ അതിനെ വിളിച്ചു, ചേട്ടാ സോറി കേട്ടോ, അന്ന് അവരങ്ങനെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു പോയി പണി നോക്കാൻ പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അവൻ അത്രയും ആത്മാർത്ഥത ആ ഒരു വിഷയത്തിൽ അവൻ്റെ താഴെ മൊത്തം നെഗറ്റീവായിരുന്നു. വേണ്ടേ ഈ പറയുന്ന ഇപ്പം ഷഫീന ബീവിയുടെ അടുത്ത സുഹൃത്താണെന്ന് എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന വി ഹിയർ. പിന്നെ ഒരു കാര്യം കൂടെ, ഇപ്പം നമ്മുടെ വി ചേട്ടൻ തന്നെ എന്താ പറയണ്ടേ, വി ചേട്ടൻ്റെ കാര്യം പറയുമ്പോൾ എന്താ പറയുക, ഷഫീന തന്നെ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് അവരുടെ ചാനൽ അടിച്ചു കളഞ്ഞത് വി വി ആണെന്നൊക്കെ എല്ലായിടത്തും കിടന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവർ നല്ല കൂട്ടും കാര്യങ്ങളൊക്കെ ഒരു കുടുംബം പോലുള്ള രീതിയിലാണ് പോവുകയും ചെയ്യുന്നത്, നല്ല സൗഹൃദമായിട്ട് പോകുന്നുമുണ്ട്. ഓക്കെ, അതേ വി ചേട്ടൻ തന്നെയാണ് ഇപ്പം എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒരു കമൻറ്റ് ഇട്ട് ഒലിവിയ കേസിൽ അതൊരു ഇന്നസെൻ്റ് ആണ്, അതുപോലെ രേണുവിൻ്റെ ക്യാൻസർ കേസും സത്യമാണ്, ഇനി അവരെ പറ്റി എനിക്ക് വീഡിയോ ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ ചേട്ടൻ ഒരു കമൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു കാര്യം പറയാം, എന്തെങ്കിലും വി ചേട്ടന് ഈ ഒരു വിഷയത്തിലോ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സംസാരിക്കാൻ തോന്നുവാണെങ്കിൽ അതുലിൻ്റെ കാര്യം ഒന്ന് എടുത്ത് പറയണം. കാരണം നിങ്ങൾ ഇപ്പം എനിക്ക് തോന്നുന്നത് എന്നെക്കാളിലും മുമ്പേ നല്ല പരിചയമുള്ള ആൾക്കാരാണ് അതുലാണെങ്കിൽ വിവേകം. അവരൊരു കൂടപ്പുറപ്പിനെ പോലെ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്.
അപ്പോൾ അന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു കേസ് കേട്ടിൽ അവൻ ഇന്നസെന്റ്. എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് താഴെ ഒരു കമന്റ് ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത് 30ാമത്തെ മിനിറ്റ് ചേട്ടൻ മെൻഷൻ ചെയ്ത് അത് എല്ലാവരും വന്ന് കാണണമെന്നില്ല, പക്ഷെ ഒരു വീഡിയോയിൽ കൂടെ അത് പറയണം, അത് ആത്മാർത്ഥമായിട്ട്. കാരണം എന്ന് വെച്ചാൽ ഇവർ വന്നിട്ട് അതുപോലത്തെ രീതിയിൽ അവർ സംസാരിച്ചത്. ആ ഒരു കേസ് കേട്ടിൽ ഇവനെ കള്ളനാക്കുമ്പോൾ ചേട്ടനൊന്ന് ആലോചിച്ച് നോക്കിയേ. അന്ന് ചേട്ടനും കൂടെ ചേർന്നിട്ടാണ് കൊണ്ടുപോയതും ഇതെല്ലാം സോൾവ് ചെയ്ത് കൊടുക്കണമെന്ന്. കാരണം ബിബി ചേട്ടൻ മിക്ക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളി എല്ലാ കാര്യത്തിലാണെങ്കിലും ഇതായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഓക്കെ, പുള്ളിയാണ് ഇത് ഇടപെട്ടിട്ട് ആ ഒരു പ്രശ്നത്തിൽ ഇവനെ കൊണ്ടുപോയത് തന്നെ, കൊണ്ടുപോയതും കാര്യങ്ങളൊക്കെ. എന്നിട്ട് പിന്നെ താത്തയുടെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, വക്കീലിനെയൊക്കെ ഏർപ്പാടാക്കിയത് അവരാണ്. അന്നും ഇവനാണ് വക്കീലിനെ സെറ്റാക്കിയത്. അതുവരെ ഇവർ മാനിപ്പുലേറ്റ് ചെയ്തു. ആ പെണ്ണ് അവരോടൊരു ഇഷ്ടം കൊണ്ടാട്ടോ ആ കാര്യം പറഞ്ഞിട്ട് ആ പെണ്ണിനെ ഇവനെയും കൂടെ വെച്ച് കമ്പയർ ചെയ്ത്. അവനൊരു വിഷയമല്ല, കണ്ട പെണ്ണുങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുന്ന ഒരു വിഷയമൊന്നും അല്ല അവന്. പക്ഷെ ആ പെണ്ണിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ പെണ്ണിന്റെ ID ഉൾപ്പെടെ കാണിച്ചിട്ടാണ് ഈ സ്ത്രീ പുറത്തു വിട്ടത്. ഇതൊന്നും ഞങ്ങൾ ആരും മറന്നിട്ടില്ല. എന്നെങ്കിലും അവർ ആ ഒരു സത്യം പറയുമ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. എൻ്റെ 34ാമത്തെ 37 മിനിറ്റിലാണ് ബിബി ചേട്ടൻ വന്നിട്ട് ഈ ഒരു കമന്റ് ഇട്ടത്. പക്ഷെ ചേട്ടാ, ആത്മാർത്ഥ സുഹൃത്താണെങ്കിൽ ചേട്ടൻ്റെ വീഡിയോയിൽ അത് പറയണം. അതിൽ ആ ഒരു കാര്യത്തിൽ നിരപരാധിയാണെന്ന്. കാരണം ചേട്ടനാണ് കൊണ്ടുപോയത്, നിങ്ങളും ഉണ്ടായിരുന്ന ആ കൂട്ടത്തിലാണ്. പിന്നെ ആ ഒരു വിഷയത്തിൽ ഒരുപാട് യൂട്യൂബേഴ്സിന് സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ കിട്ടുകയൊക്കെ ചെയ്ത് ആ ഒരു ഭയങ്കര ഒരു വല്ലാത്തൊരു വിഷയമായിരുന്നു ഈ പറയുന്ന ഒലിവിയ വിഷയം. അത് ആ സമയത്ത് നമുക്ക് പ്രാന്ത് പിടിക്കുന്ന രീതിയിലായിപ്പോയി. എല്ലാ യൂട്യൂബേഴ്സിനും സ്ട്രൈക്ക് കാര്യങ്ങളൊക്കെ, യൂഷ്വൽ സൈക്കോക്ക് സ്ട്രൈക്ക് കിട്ടി, അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് സ്ട്രൈക്ക് കിട്ടി. ഓക്കെ, ഞാനത് ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എന്നെങ്കിലും ബിബി ചേട്ടൻ ആ ഒരു കാര്യത്തില്ല. കാരണം അത് വീഡിയോയിൽ കൂടെ തന്നെ പറയണം. ഇനി മേലാൽ ഈ സ്ത്രീ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കരുത്, അവനാണെന്ന് മേലാൽ സംസാരിക്കരുത്. ഞാനൊരു കാര്യം പറയാത്ത, നിങ്ങൾക്കൊരു വിഷയം വന്നാൽ കുറച്ച് സ്ത്രീകൾ ചിലപ്പം എന്തെങ്കിലും സംസാരിക്കും. അത് നിങ്ങളോടുള്ള നിങ്ങളുടെ ഈ സ്നേഹമൊക്കെ വെറും കാര്യസാധിപ്പിനാണെന്ന് അവർക്ക് അറിയത്തില്ല. ഉള്ള കാര്യം തുറന്നു പറയാം, അവർക്ക് ആർക്കും അറിയത്തില്ല. കുറച്ച് ആൾക്കാർ വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി സ്നേഹത്തോടെ ചിലപ്പോൾ വല്ല വീഡിയോസ് ചെയ്താൽ ചെയ്യുമായിരിക്കും. പക്ഷെ നിങ്ങളുടെ സ്വഭാവം അറിയത്തില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, കൂട്ടുകാരനാണ് അവന് വേണ്ടി എന്ത് വേണമെങ്കിലും ചങ്ക് പറിച്ചാണെങ്കിലും നമ്മൾ കൊടുക്കും. കാരണം അവൻ ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ട്, അതുപോലെ നിൽക്കും. ഓക്കെ, ഞാനത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇപ്പം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന, ഇപ്പം എപ്പോഴും പറയുമല്ലോ, ഈ പറയുന്ന ദേവിൻ്റെ പേര് പറയുന്ന കേൾക്കാം, ബിബി ചേട്ടൻ്റെ പേര് പറയുന്ന കേൾക്കാം, ഇവരൊക്കെ പേര് പറയുന്ന കേൾക്കാം. നിങ്ങൾക്കൊരു വിഷയം വരുമ്പോൾ ഇവരെല്ലാവരും കൂടെ കാണണം, അത്രേ ഞാനും പറയുന്നുള്ളൂ. ഇനിയിപ്പം എന്താ പറയണ്ടേ, ഇനി കുത്തി വല്ല സംസാരം, കുത്തിയൊന്നും പറയല്ല. നിങ്ങൾക്കൊരു വിഷയം വരുമ്പോൾ ഈ പറയുന്നവരെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്യണം. ബിബി ചേട്ടനാണെങ്കിലും ദേവാണെങ്കിലും പിന്നെ വേറെ ആരാ ഉള്ളത്, മനുവിൻ്റെ പേര് ഏതൊരു വിഷയത്തിൽ കയറി വന്നിട്ടുണ്ടായിരുന്നു, അവനാണെങ്കിലും ഇവരൊക്കെ നിങ്ങളുടെ കൂടെ കണ്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്ന കണ്ടാൽ മാത്രം മതി. ഓക്കെ, ഞാൻ ആരെയും പിന്നെ ഇവിടെ പിടിച്ചിടുവാണോ കുത്തി സംസാരിക്കുകയാണോ എന്ന് തോന്നുമൊന്നും വേണ്ട. കാരണം എന്താണെന്നറിയോ, ഒലീവിയ വിഷയത്തിൽ അവൻ നിരപരാധിയാണ്. അതിനുവേണ്ടി അത്രയും ആത്മാർത്ഥമായിട്ട് കൂടെ നിന്നൊരു കൂട്ടുകാരനാണ്. അവന് വേണ്ടി എൻ്റെ താഴെ വന്നല്ല കമൻ്റ് ഇടേണ്ടത്, അതൊരു വീഡിയോ കൂടെ തന്നെ പറയേണ്ട ഒരു ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മളൊക്കെ കൂട്ടുകാരാന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല. പറയുന്നത് മനസ്സിലാക്കണം. കാരണം ഞാനിത് ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ അതും കൂടെ വെച്ച് തരാം. പറയുമ്പം അന്നത്തെ അവർ ആ ഒരു ഇത് വായിച്ചിട്ടുണ്ടായിരുന്നു, ആ പെൺകുട്ടി അയച്ച ചാറ്റ്. അത് ചാറ്റിൽ സംസാരിക്കുന്ന സ്റ്റൈലൊക്കെ നിങ്ങളൊന്ന് കേൾക്കണം. പിന്നെ അതിൽ സംസാരിക്കുന്നതും കൂടെ ഞാനൊന്ന് വെച്ചുതരാം. കുറേ ആൾക്കാരുണ്ട് കഥ അറിയാതെ ആട്ടം കണ്ടിട്ട് ഇപ്പോഴും ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരോട് എനിക്ക് നിങ്ങളോട് പുച്ഛം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കൊന്നും അറിയത്തില്ല. പിന്നെ ഡാനിക്ക് നിലപാടില്ലാത്തവനാണ്, 2 വളത്തിൽ കളിക്കുന്നവനാണ് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. ഒരു വിഷയമില്ല, രേണുസുതി വിഷയത്തില്ല. അവർക്ക് സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധമില്ല, ഈ പറയുന്ന പെണ്ണുങ്ങളെ കൊണ്ടുപോകുന്നതിനായിട്ട് ബന്ധമില്ല, ഇതിന് ഒന്നുമായിട്ടും ബന്ധമോ കാര്യങ്ങളോ ഒന്നുമില്ല അവർക്കൊന്നുമില്ല. അതെല്ലാം നിങ്ങളുടെ കോണ്ടന്റിന് വേണ്ടി നിങ്ങളും കുറേ ആൾക്കാരും കാണിച്ചു കൂട്ടിയതാണെന്ന് എനിക്കും അറിയാം, അതുലിനും അറിയാം, കുറച്ച് ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം ഒരു സത്യം. ഞങ്ങൾ അതിന് കൂട്ട് നിന്നിട്ടില്ല സത്യം പറഞ്ഞാൽ. അല്ലെങ്കിൽ ഞങ്ങൾക്കും വേണമെങ്കിൽ ആ വോയിസ് കട്ട് ചെയ്തിട്ടിട്ട് ഞങ്ങൾക്കും കുറേ ഉണ്ടാക്കാമായിരുന്നു. ഞങ്ങൾക്ക് ഈ രേണുസുതിയുടെ കോണ്ടന്റ് ചെയ്താൽ നമുക്ക് ഗുണമാണ്, ശരിയാ റീച്ചുണ്ട്, പൈസ കിട്ടും. പക്ഷെ ഞങ്ങളത് ചെയ്തില്ല, ഞാനത് തൊട്ടില്ല. എന്തുകൊണ്ട്? അതും കൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കുറേയൊക്കെ കാര്യങ്ങൾ പറയുവാണെങ്കിൽ ഒരുപാടുണ്ട്. ഇനി ഇതിനെ ഡിഫെൻഡ് ചെയ്തിട്ട് വല്ലതും വരുവാണെങ്കിൽ ചിലപ്പോൾ പൊട്ടും, നല്ല രീതിയിൽ പൊട്ടും. ഞാനുള്ള കാര്യം ഞാൻ പറയാം. അനിയത്തിയുടെ പേരും പറയത്തില്ല, അനിയത്തി വിദേശത്തെ നമ്പറിൽ നിന്നാണ് വാട്സപ്പ് അയക്കുന്നത്. ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയില്ലേ? ഞാൻ പറയണ്ടല്ലോ, എന്തിനാ വെറുതെ കേക്കണേ. അടുത്ത സംഗതി വരുന്നത് എന്താ, എന്തിനാ ഇങ്ങനെ ഉടായ്പ കൊണ്ട് ഇറങ്ങി 5:17 PM ഹായ് ഇടുന്നത്. അത്
അതിനുശേഷം എന്നെ കോൾ ചെയ്യുന്നു, ഞാൻ കോൾ ആൻസർ ചെയ്യുന്നു, 2 മിനിറ്റ് സംസാരിക്കുന്നു, അതിനുശേഷം 20 സെക്കൻഡ്സ് സംസാരിക്കുന്നു. ഇതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തെടുത്തു. പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കാമോ എന്നാണ് അടുത്ത് ഞാൻ ചോദിക്കുന്നത്. അത് ചോദിച്ചത് 5:37 അനങ്ങിയിട്ടില്ല. അടുത്ത ദിവസമാണ് അനക്കയില്ല. ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നു, അപ്പണ്ട് ഹൈ വരുന്നു. അതിനകത്തുനിന്നാണ് അടുത്ത സംഗതി വരുന്നത്. എന്താ, എന്തിനാ ഇങ്ങനെ ഉടായ്പ കൊണ്ട് ഇറങ്ങിയിരിക്കുന്നതെന്നാണ് എന്റെ ചോദ്യം. കൃത്യല്ലേ? ഞാൻ ചോദിക്കുന്ന ചോദ്യം കൃത്യല്ലേ? എന്തിനാ ഈ ഉടായ്പ കൊണ്ട് നീ വന്നിരിക്കുന്നത്? എനിക്കിത് ഉടായ്പായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അവൾക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ടെങ്കിൽ ആ അസുഖം എന്നോട് വന്ന് വിളമ്പേണ്ട കാര്യം എന്താ? സിമ്പിൾ അല്ലേ? ഇത് സംഭവം മനസ്സിലായി കാണും. താത്തയുടെ വീഡിയോ ഉണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. അതായത് ആ പെൺകുട്ടി, അതായത് രേണുവിന് ക്യാൻസർ ആണെന്ന് പറഞ്ഞ പെൺകുട്ടി ഇവർക്ക് മെസ്സേജ് അയച്ചതിൻ്റെയാണ് ഇവർ വായിക്കുന്നത്. ഇവരൊരു 5 മണിക്ക് മെസ്സേജ് അയച്ചാൽ അത് ചിലപ്പോൾ 5:10 അല്ലെങ്കിൽ ചിലപ്പോൾ പിറ്റേന്നായിരിക്കും. എന്തുവാ നമ്മുടെ അതുൽ മാമയായിട്ട് പ്ലാനിങ് ചെയ്തിട്ട് അയക്കുക എന്നുള്ള രീതിയിലാണ് ചേച്ചിയുടെ കഥ അടിച്ചിറക്കുന്ന രീതികളൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ഇത് കാണണം നിങ്ങൾ. ഇപ്പം ഇതെല്ലാവരും ഒന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ലേഡി എത്രമാത്രം ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുള്ള കാര്യം. ഇപ്പോഴും ഇവരെ വിശ്വസിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നീയൊക്കെ വിശ്വസിച്ച് ജീവിതകാലം മുഴുവൻ അങ്ങനെ ഇരിക്കതേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം പറയാം, നമ്മൾ സംസാരിക്കും. മെഡിക്കൽ ഡീറ്റെയിൽസ് തന്നിട്ടില്ല. നിങ്ങളുടെ പേരെന്താണ്? അവളുടെ പേര് അവൾ പറയുന്നില്ല. എന്തിനാ വെറുതെ ഉടായ്പം കൊണ്ട് ഇറങ്ങുന്നത്? ഞാൻ എങ്ങനെ തരാനായത്? അന്ന് അവളെ പേര് പറഞ്ഞൂടെ? അവൾക്ക് പേരില്ലേ? പേര് അവസാനിച്ചു പോയാ? അറിഞ്ഞ കാര്യം ഇത്തായെ ഒന്ന് ഇൻഫോം ചെയ്തതാ. എന്റെ ചേച്ചിയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്, ഞാനല്ല. അപ്പൊ അവൾ അവിടെ വർക്ക് ചെയ്യുന്നില്ല, അവളെ ചേച്ചിയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഉടായിപ്പോ എന്നാ ചേച്ചിയുടെ നമ്പർ ഇതാ, അത് തരൂല. അപ്പൊ ചേച്ചിയുടെ നമ്പർ തരത്തില്ല, അനിയത്തിയുടെ പേരും പറയത്തില്ല. അനിയത്തി വിദേശത്തെ നമ്പറിനാണ് വാട്സപ്പ് അയക്കുന്നത്. ലിങ്ക് നിങ്ങൾക്ക് വഴി കിട്ടിയില്ലേ? ഞാൻ പറയണ്ടല്ലോ. ഇത്ത എന്റെ ചേച്ചി അവിടെ ലിങ്ക് അതുൽ വ്ളോഗിന്റെ ലിങ്കാണ് പുള്ളിക്കാരി ഉദ്ദേശിച്ചോ. അതുലിന്റെ പ്ലാനിങ് ആണ് ഇതെല്ലാം കേട്ടോ. ഇതൊക്കെ മനസ്സിലാക്കണം. കുറെ ആൾക്കാർക്കൊക്കെ എനിക്കിപ്പോഴും എൻ്റെ താഴെ എനിക്കന്ന് രേണുവിൻ്റെ ഇതിന് വന്ന് റീച്ച് ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിക്കും. ഞാൻ അവരുടെ കാര്യമേ ഇവിടെ സംസാരിക്കുന്നില്ല. എനിക്ക് ഇവരുടെ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. ഈ ഒരു വീഡിയോയിൽ ഇത് തീരും, അത് വേറെ കാര്യങ്ങൾ. ഇത് പറഞ്ഞില്ലെങ്കിലുണ്ടല്ലോ എനിക്കിന്ന് കിടന്നുറങ്ങാൻ പറ്റത്തില്ല. ഇന്നൊരു 3 കണ്ടന്റ് ചെയ്തിട്ട് ബാക്കി കിടക്കാം എന്ന് കരുതി ക്രിക്കറ്റ് കാണാൻ വേണ്ടിയിരുന്ന ഞാനാണ്. പക്ഷെ ഇത് ചെയ്തിട്ട് കിടന്നില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുക. വർക്ക് ചെയ്യുന്നത്. ഇത് ഈ സമയം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ അയക്കുന്ന അതിന് മറുപടി ഇടുന്ന സമയം കൂടെ നമ്മൾ ശ്രദ്ധിച്ചോണം. എന്റെ ചേച്ചി അവിടെ വർക്ക് ചെയ്യുന്നത്. രേണുസുതി അവിടെ ചെന്നതും ടെസ്റ്റ് ചെയ്തതും ക്യാൻസർ ആണെന്ന് കൺഫേം ചെയ്തതും ശരിയാണ്. എനിക്ക് രേണുസുതിയുടെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ ഇത്താനോട് ആ കാര്യം പറയുന്നതാ. അതിന് ഞാൻ എന്തിനു ഉടായി പിറക്കുന്നേ? നീ എന്നോട് എന്തിനാ പറയണേ? നീ അതിനോട് പറഞ്ഞില്ലേ? ഇനഫല്ലേ? അതിന് പറയട്ടെ. അയ്യോ അതിൽ മാമ പറയട്ടെ. പേട്ട് കിളവി, നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ആ പെണ്ണ് നിങ്ങളോടും പറയും അവരോടും പറയും. നിങ്ങൾ രണ്ടുപേരുടെയാണ് ഇഷ്ടം അവൾക്ക്. അവൾ ഈ പറയുന്ന ബിഗ് ബോസും പോട്ടെ, ഈ പറയുന്ന സുനയെ എടുത്തിട്ട് വറക്കുന്നത് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടത്തിലുള്ള പെണ്ണാണ്. പക്ഷെ ഒരു കാര്യം പറയാം, അവൾ വെറുക്കുന്നത് ഇന്ന് ഈ ലോകത്തിൽ ഈ ഒരു സ്ത്രീയാണ്. കാരണം അടുത്ത് പഴകി കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് കാര്യം കത്തിയത്. ഇവരുടെ കൂടെ സഹകരിച്ചിട്ടുള്ള മിക്ക ആൾക്കാരും വിട്ടിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഇപ്പം കുറെ എണ്ണമൊക്കെ താങ്ങിപ്പോകുന്നത് എന്താണെന്ന് എനിക്കറിയാൻ മേല. അതുകൊണ്ട് എന്താ, ഫ്രണ്ട്ഷിപ്പിന് വിലയില്ല, സ്വന്തം കാര്യം മാത്രം നോക്കുന്ന കുറേ ആൾക്കാരെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. കുറേ ആൾക്കാരെയൊക്കെ എന്താണ് നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഒരു വാല്യൂ പോലും. കാരണം നമ്മളെ കൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം, താത്തയോട് മാത്രം താത്ത ശ്രദ്ധിച്ചു കേട്ടണം. പലവട്ടം ഞാൻ താത്തയ്ക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പലവട്ടം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ തുറന്നു പറയാം, എൻ്റെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തപ്പം എന്നെ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിച്ച കുറേ ടീമുണ്ട്. കുറേ ടീമല്ല, 1-2 ആൾക്കാരേ ഉള്ളൂ. എടാ നിന്റെ അടുത്ത് അങ്ങനെയൊക്കെ സംസാരിച്ചില്ലേ, നീ തിരിച്ച് നീ സംസാരിക്കടാ. ഞാൻ എന്നോടുള്ള സ്നേഹം കൊണ്ടൊക്കെ ആയിരിക്കും പറയുന്നത്, ചിലപ്പോൾ എന്നെ ഉപദേശിക്കുമായിരിക്കും, എന്നെ ഹെൽപ്പ് ചെയ്തതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്നെ അങ്ങനെ എത്തിപ്പെടുന്നൊക്കെ ഒരു ടീം ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ ഒന്നും പറയത്തില്ല, പക്ഷെ എന്തെങ്കിലും ഒരു ദിവസം ഈ ഒരു വീഡിയോ എല്ലാവരും ഒന്ന് സേവ് ചെയ്ത് വെച്ചോ, സമയമാകുമ്പോൾ ഞാനത് പൊട്ടിച്ചോളാം. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, കൂടെ നിന്നിട്ടുണ്ടാക്കുന്ന ചില ടീംസുകളൊക്കെ ഉണ്ടല്ലോ, അതിപ്പോൾ താത്തയ്ക്കും ഉണ്ടാവരുത്, എനിക്കും ഉണ്ടാവരുത്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും പോർഷൻ ആർക്കും മനസ്സിലാവത്തില്ല, ഒരു പക്ഷേ ചിലപ്പോൾ താത്തയ്ക്കും മനസ്സിലാവത്തില്ലായിരിക്കും. ഇത് വിട്ടിരിക്കട്ടെ, നാളെ ഒരു ദിവസം ഞാനത് കട്ട് ചെയ്തിട്ട് നമുക്ക് റിയാക്ട് ചെയ്യാം, സമയം പോലെ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു. അത് എന്തിനാ എന്നോട് പറയുന്നേ? എന്നോട് പറഞ്ഞാൽ അതിനകത്ത് കൃത്യത ഉണ്ടെന്ന് തെളിഞ്ഞാൽ ഞാനത് പബ്ലിക് ചെയ്യും. അതെന്റെ ക്യാരക്ടർ, അത് 100 വട്ടം പറഞ്ഞത് തന്നെയാണ്. അതൊരു ഓക്കെ, അപ്പോൾ ഈ ഒരു പെണ്ണിനെയും അതുലിനെയും വെച്ച് കമ്പയർ ചെയ്ത് സംസാരിച്ച് ഇവർ നടത്തിയ നാടകമാണ് ഈ പറയുന്ന രേണുസുതിയുടെ ക്യാൻസർ എന്നായിരുന്നു സോഷ്യൽ മീഡിയ മൊത്തം പറഞ്ഞുകൊണ്ടിരുന്നത്. അതുലിൻ്റെ ഒരു ഇത് പിന്നെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് അറിഞ്ഞിട്ട് പിന്നെ എന്തുകൊണ്ട് അവൻ വീഡിയോ ചെയ്തു എന്നൊക്കെ കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. ആദ്യം അവൻ അറിഞ്ഞത് ദുബായ് വഴിയായിട്ടാണ് ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. പക്ഷെ അവന് കൺഫേം ആയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സുനയുടെ കാര്യമായിട്ട് ആർക്കും ഒരു പിടുത്തവും കിട്ടത്തില്ല.
അല്ലേ അറിയാമല്ലോ, സോഷ്യൽ മീഡിയ വന്നിട്ട് ചേച്ചി പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം, ആരും അങ്ങോട്ട് വിശ്വസിക്കത്തില്ല. അവൻ ഡെയിലി വീഡിയോ ഇടും, 3, 4, 5, 6, 7 ഒക്കെ വീഡിയോ ചിലപ്പോൾ ഇടുന്നവനാ. പിന്നെ അവനാ ചെങ്ങന്നൂർ വരെ പോയി. അവൻ ചെങ്ങന്നൂർ, നിങ്ങൾ അവൻ്റെ അതുൽ വ്ളോഗ്സിൻ്റെ ഒരു പ്രൊമോഷനും കൂടെ ആയിക്കോട്ടെ, അതുൽ വ്ളോഗ്സ് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ മതി. ചെങ്ങന്നൂർ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു ഫോട്ടോയുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിലൊക്കെ അവൻ അന്വേഷിച്ച് അവൻ കണ്ടുപിടിച്ച് പറഞ്ഞ് മനസ്സിലായോ. അത് കഴിഞ്ഞിട്ട് ഇവരുമായിട്ടുള്ള കോൺട്രവേഴ്സിക്ക് 1-2 വീഡിയോ മാത്രമായിട്ട് പിന്നെ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി ഈ അടുത്ത സമയത്ത് ഒരു വീഡിയോ കൂടെ ഇട്ട്. ഇത് ഇപ്പോൾ എല്ലാവരും, ഞാൻ ഒരിക്കലും ഈ ഒരു വിഷയം റീച്ചിന് അതിന് വേണ്ടി ഒന്നുമല്ല, എനിക്ക് ഓൾറെഡി അത്യാവശ്യം റീച്ചൊക്കെ ഉണ്ട്, ഞാൻ ഉള്ളതുകൊണ്ട് പോകുന്നുണ്ട്. ഇതിപ്പോൾ ഈ ഒരു കാര്യം ഇവർ അന്ന് പറഞ്ഞതെല്ലാം കള്ളവാണെന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. കാരണം ഇപ്പോഴും ഇവരെ വിശ്വസിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എൻ്റെ പൊന്നോ, എൻ്റെ ഞാനൊന്ന് നെഗറ്റീവ് പറഞ്ഞെന്നാന്ന് തോന്നുന്നു, എൻ്റെ അയച്ചു തന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു എനിക്കിത് പുറത്ത് വിടാനോ എനിക്ക് ഇവരെ സംസാരിക്കാനോ ആൾ കളിക്കാനോ ഒന്നും താല്പര്യമില്ല. സോഷ്യൽ മീഡിയ വരുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും, അല്ലാതെ ഒരുത്തൻ്റെ പേഴ്സണൽ അത് വെച്ച് അല്ല മീൻസ് ഇങ്ങനത്തെ കാര്യങ്ങളോട് എനിക്ക് താല്പര്യമില്ല. പേഴ്സണൽ ഇത് വെച്ചെന്ന് വെച്ചാൽ നമ്മൾ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചില വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉള്ള അത് വേറെ കാര്യം. ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ വേറെ കുറേ കാര്യങ്ങളാണ്. അത് ഇപ്പം ഞാനിവിടെ പറയുന്നില്ല, സമയമാട്ടെ. അതുപോലത്തെ കുറച്ച് ബോംബായിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, ഇനി അതുലിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വെച്ച് തരാം, അതൊന്ന് കാണാം. പെൺകുട്ടിയോട് പറഞ്ഞിരിക്കുന്നു. എനിക്ക് സത്യം പറഞ്ഞ ഷെഫീന നിങ്ങളെ കുറിച്ച് കേട്ടപ്പോൾ പുച്ഛമാണ് വന്നത്. നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ. 15 മിനിറ്റ് മെഡിക്കൽ റിപ്പോർട്ടും കാര്യങ്ങളും തന്നില്ലെങ്കിൽ നിങ്ങൾ വീഴ്ചപ്പെടുത്താൻ ആരാ? അവരറിഞ്ഞ കാര്യം, ജനുവിൻ സോഴ്സ് ചെയ്ത് അവരറിഞ്ഞ കാര്യം നിങ്ങളോട് ഒന്ന് പറഞ്ഞു എന്നോടും അതുപോലെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ട് ഈ കാര്യം. ഞാൻ പറഞ്ഞു ഒരാഴ്ച ബാക്ക് തന്നെ ഓൾറെഡി ഞാൻ അറിഞ്ഞിട്ടുണ്ടെന്ന് ആ പെൺകുട്ടിയോട് തന്നെ പറഞ്ഞു. അതുപോലെ എന്നോട് പറഞ്ഞതുപോലെ ഇവരോടും പറഞ്ഞു. എന്നാൽ ഇവർ നിരന്തരം ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നു. മെഡിക്കൽ റിപ്പോർട്ട് അത് ഇതൊക്കെ ഒപ്പിച്ചെന്നാലും 15 മിനിറ്റിനകത്ത് നിന്നെ വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യാം അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞു നിങ്ങൾ ചെയ്ത് ഞാൻ വൈറലായിക്കോളാം. അങ്ങനെ പറയത്തുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഷെഫീന എന്ന് പറയുന്ന സ്ത്രീയെ നമ്മൾ വിശ്വസിച്ചൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ മാക്സിമം ഭീഷണിപ്പെടുത്തി യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എനിക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇത് ഇന്നലെ തുടങ്ങിയ പരിപാടികളില്ല. ആ പെൺകുട്ടിയെ എടുത്ത് അങ്ങ് പറയാണ് 15 മിനിറ്റിനകത്ത് നീ സംഭവം തന്നില്ല നിന്നെ ഞാൻ അങ്ങോട്ട് എക്സ്പോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നീ ഇത് പറഞ്ഞത് നിന്റെ പ്രൊഫൈൽ അടക്കം എടുത്ത് കാണിക്കുമല്ലോ, ഡീറ്റെയിൽസ് എടുത്ത് പുറത്തു വിടുന്നു. ഈ ഒരു സംഭവം പറയുമ്പോൾ അത് എത്രത്തോളം മാക്സിമാണ്. ഒരാൾ വന്നിട്ട് ഒരു ഇൻഫർമേഷൻ പറയുന്ന സമയത്ത് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് തപ്പി തന്നില്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ നിന്നെ അങ്ങ് തീർത്തോളം എന്ന് പറയുന്നത് മറ്റേടുത്ത പരിപാടിയില്ല. പിന്നെ മെഡിക്കൽ റിപ്പോർട്ട് കാര്യങ്ങളൊന്നും ഞാനും കണ്ടിട്ടില്ല. ഞാനിത് അറിഞ്ഞ കാര്യമാണ്, 2 സോഴ്സിൽ നിന്ന് ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇങ്ങനൊരു അസുഖം വന്നു എന്നാണ് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത്. അത് വരാതിരിക്കട്ടെ, ആർക്കും വരാതിരിക്കട്ടെ. ഇങ്ങനൊരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അത് മാറട്ടെ. അതേ എനിക്ക് പറയാനുള്ളൂ. അത് മാത്രമേ എനിക്ക് ഈ കേസിൽ പറയാനുള്ളൂ. എന്നാലും പെൺകുട്ടി താത്തരായിട്ട് പറഞ്ഞ വോയിസ് ഒന്ന് കേട്ടോക്കാം. എന്താണ് കരിമലയില് ട്രീറ്റ്മെന്റിന് ചേർന്നത്. അപ്പൊ എന്റെ ചേച്ചി അവിടെ വർക്ക് ചെയ്തു. അപ്പൊ അന്ന് ചെയ്യുന്ന ഒരു കണ്ടന്റിന്റെ കാര്യത്തിനാണെന്നും പറഞ്ഞ് ഇവരുടെ അടുത്തോട്ട് പോകല്ലേ ദേവി ചെയ്തു. അത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് തന്നെ അതൊരു ഹടിയായി തീരും. ഇപ്പൊ മനസ്സിലായോ? ആ പെണ്ണ് സ്നേഹം കൊണ്ട് പറഞ്ഞത് അതുവരെ ഇവനെ വെച്ച് കമ്പയർ ചെയ്ത് ഉണ്ടാക്കി. കരിമല ഹോസ്പിറ്റലിൽ പരിമലയിൽ ആ ഒരു ഹോസ്പിറ്റലല്ലേ ഉള്ളത്, പരിമല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ. ഓക്കെ, വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു കഴുപ്പണം കെട്ട മൈൻഡ് സെറ്റ് ഉള്ള സാധനമാണ് ഇതൊക്കെ. ഇതിനെയൊന്നും ദേവി ഇതൊക്കെ സപ്പോർട്ട് ചെയ്യും. ഇന്നലെ വന്നിരുന്ന് പറഞ്ഞതെല്ലാം പച്ചക്കള്ളം. എന്തിന് ഒരു പെൺകുട്ടിയെ എന്റെ ലൈഫ് ഇവിടെ പോട്ട് എനിക്ക് ഒപ്പം എനിക്കൊന്നും കേട്ടാൽ ഞാൻ കൊല്ലുന്നില്ല. പക്ഷെ ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചാണ് ഇവർ ഇന്നലെ കളിച്ചത്. ആ പെൺകുട്ടി എന്നെയും വെച്ച് കൂട്ടിച്ചേർത്ത് പറഞ്ഞു, ഓക്കെ എന്നെ നോക്കട്ടെ, എന്നെ വിട്, ഞാൻ എന്തോ തേങ്ങ ആയിക്കൊണ്ടോട്ടെ. പക്ഷെ ഒരു നിരപരാധിയായ ഒരു പെൺകുട്ടി, അതും ആ പെൺകുട്ടി അറിഞ്ഞ കാര്യം എന്റെയും വീഡിയോ ഇവരുടെയും വീഡിയോ ആ പെൺകുട്ടി കാണും. ഇവരുടെ അടുത്ത് പോയി പെൺകുട്ടി കാര്യം എന്ന് പറഞ്ഞു. എന്റെ അടുത്ത് പറഞ്ഞ പോലെ തന്നെ അവരുടെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ രേണുവിന് ഇങ്ങനെ ഒരു കേസുണ്ട്, സംഭവം അവരുടെ സഹോദരി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം, അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെക്കപ്പിന് വന്ന് സ്ഥിരീകരിച്ച കാര്യം എന്റെ അടുത്ത് പറഞ്ഞതുപോലെ അവരുടെ അടുത്തും പറഞ്ഞു. എന്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടെന്നോ. അതുപോലെ അവരുടെ അടുത്തും പോയി പറഞ്ഞു. അവരുടെ അടുത്ത് പോയി പറഞ്ഞപ്പോ അവരുടെ അടുത്ത് എന്നിട്ട് ഈ പെൺകുട്ടി ഞാൻ നേരത്തെ അറിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞ് എന്റെ വോയിസും കൂടി കൊടുത്ത്. അങ്ങനെ എന്റെ വോയിസ് എടുത്ത് ഇവരെ വീഡിയോ ചെയ്തു. ആ ഒരൊറ്റ കാരണത്താലാണ് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തത്. രേണുവിന്റെ ഈ കേസ് പറഞ്ഞു. ഞാൻ നല്ല വീഡിയോ ചെയ്തില്ല, ഞാൻ ഓൾറെഡി അറിഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്യാത്ത കേസാണ്. എന്തിനാണ് ഒരാൾക്ക് അസുഖം വന്ന് എടുത്ത് കണ്ടന്റ് ആക്കാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ അതുവരെ കണ്ടന്റ് ആക്കി വിൽക്കാൻ അവർക്ക് ഇൻട്രസ്റ്റ് ആണ്. ഞാൻ ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ കയറിയിട്ട് ഇടിച്ചു കയറി താങ്ങാറില്ല. സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടുന്ന കണ്ടന്റുകൾ എടുത്ത് ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ അതിൽ എന്തെങ്കിലും വന്നിട്ട് കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞാൻ പേഴ്സണലിൽ കാര്യങ്ങളൊന്നും എടുത്ത് ഞാൻ ഇടാറുണ്ട്. അല്ലാണ്ട് ഞാൻ ആരുടെ പേഴ്സണലിൽ പോയിട്ട് ഇടിച്ചു കയറി ചകഞ്ഞെടുത്ത അസുഖം അതിനെ വരെ വിറ്റ് ജീവിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ആരായിക്കൊണ്ടോട്ടെ, ഇപ്പൊ രേണോ ആരോ ആരെങ്കിലും ആയിക്കൊണ്ടോട്ടെ, ഒരാൾക്ക് അസുഖമാണെന്ന് പറഞ്ഞപ്പോ അതിനെ വരെ ഇവരെടുത്ത് വെച്ച് അങ്ങോട്ട് കണ്ടന്റ് ആക്കുകയാണ്.
അപ്പൊ അവർക്ക് മുഖ്യം കണ്ടന്റ് ആണ്. എന്നിട്ട് അതിന്റെ ഡയലോഗ് വരെ അടിച്ചു. ഞാൻ രേണുവിനോടൊപ്പം നിൽക്കുമെന്ന്, അവർക്ക് എന്തെങ്കിലും അങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ നിൽക്കും. നീ എന്നാ പോയി നിൽക്കുന്നത്? രേണുവിനോട് കൂടെ നിൽക്കുമെന്നും. ഞാനൊരു കാര്യം പറയാം, ഈ പറയുന്ന അതുലിനെയോ എന്നെയോ ഈ റിയാക്ട് ചെയ്ത ഓരോ വ്യക്തികളെയും വീട്ടിൽ കയറ്റിയാലും ഈ പറയുന്ന ചഫീനെ കയറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉറപ്പാ. വേറെ ആരെ കയറ്റിയാലും, ഈ പറയുന്ന അതുലിനെ ആ വീട്ടിൽ കയറ്റിയാലും ചഫീനെ കയറ്റൂല, ഉറപ്പാ. കാരണം അവർക്ക് അത്രയ്ക്ക് വൈരാഗ്യമുണ്ട് ഈ സ്ത്രീയോട്. ഒരു കാര്യം ഞാൻ തുറന്ന് പറയാം, ഞങ്ങളൊക്കെ വീഡിയോ ചെയ്യുന്നതാണ്, ഞങ്ങളൊക്കെ ഓരോന്നൊക്കെ തപ്പി പിടിച്ചിട്ടാണ് കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പോഴും ഞാൻ എൻ്റെ പെറ്റമ്മയെ കൊണ്ടുവേണമെങ്കിലും സത്യം ചെയ്യാം. പെറ്റമ്മ വെറുതെ എൻ്റെ അമ്മയെ കൊണ്ട് സത്യം ചെയ്യത്തില്ല. പക്ഷേ ഈ ഒരു വിഷയത്തിലാണ് ഞാൻ സത്യം ചെയ്ത് പറയാം. സ്വർണ്ണക്കടത്ത് കേസിലും പെണ്ണ് കുട്ടി കൊടുക്കുന്ന പരിപാടിക്കും അവർക്കൊരു പങ്കുമില്ല. അവർക്കൊരു പങ്കുമില്ല ആ ഒരു കാര്യത്തിൽ. ആ സത്യമാണ്. ഞാനൊരു കാര്യം പറ്റും, അവരിപ്പോൾ എത്ര കൂറെ ആയിക്കോട്ടെ, പക്ഷെ ചില കാര്യത്തിൽ അവർ നിരപരാധിയാണെങ്കിൽ അത് നമ്മൾ സോഷ്യൽ മീഡിയ പറയണം. അത് പറഞ്ഞേ പറ്റൂ. കാരണം എന്താണെന്നറിയോ, മനുഷ്യരാണ്. ഇപ്പം ആരും പെർഫെക്റ്റ് ഒന്നുമല്ല. ഈ പറയുന്ന സ്വർണ്ണക്കടത്തും പെണ്ണുങ്ങളെ കൂടി അതൊരു വേറെ ഒരു സംഭവമാണ്. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല. അതൊരു ചീത്തപ്പേര് വീണ് കഴിഞ്ഞാൽ ഒന്നൊന്നര ഇതാണ്. അത് അതുപോലത്തെ രീതിയിലാക്കി വെച്ച് കൊടുത്ത് കുറേ എവിടെ കൊണ്ടുള്ള കുറേ വോയിസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയ കൊണ്ട് തള്ളിയിട്ട് ഇത് കണ്ടില്ലേ നാണവും മാനവില്ലാത്ത കുറേ ഇതിൻ്റെ ഇടയിൽ കളിച്ചതും പ്ലാൻ ചെയ്തതൊക്കെ നമുക്ക് നല്ല രീതിയിൽ അറിയാം. എന്ത് വേണമെങ്കിലും ചെയ്തു. പക്ഷെ ആ ഒരു കാര്യത്തിൽ ഒരു നിരപരാധിയാണ്. അത് ഞാനും അതിനും തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാനും അതിനും ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. പിന്നെ ഞാൻ ഈ പറയുന്ന കിച്ചുവിനെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാനത് പറയും. പക്ഷെ അത് ആൾക്കാർക്ക് ഉൾക്കൊണ്ടിട്ടില്ല. വേണ്ട, കാലം അത് തെളിയിച്ചോളും. കാലം ഞാനും നിങ്ങളൊക്കെ ഇവിടൊക്കെ തന്നെ കാണുമല്ലോ. ഒരു പക്ഷേ എന്താ പറയട്ടെ, ഞാനൊന്നും ഇപ്പം പറയുന്നില്ല. ഇപ്പം ഏകദേശം എന്തെങ്കിലുമൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നുണ്ട്. മനസ്സിലായവർക്ക് മനസ്സിലാവട്ടെ. ഞാൻ പറയുന്നത് ഒരാൾ മനസ്സിലാക്കിയാൽ ഞാൻ വിജയിച്ചടാ, അത്രേ പറയുന്നുള്ളൂ. പിന്നെ ഇവന് വേണ്ടി ഇത്രയെങ്കിലും സംസാരിച്ചില്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ എന്ന നിലയിൽ പിന്നെ ഞാൻ നടന്നിട്ട് കാര്യമില്ല. അവനെൻ്റെ കൂട്ടുകാർ, ഫ്രണ്ട്സാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വഴക്കിട്ടിട്ടുണ്ട്, തെറി വിളിച്ചിട്ടുണ്ട്, മിണ്ടത്തിലടാന്ന് വരെ പറഞ്ഞിട്ടുണ്ട്, സത്യമായിട്ടും. പക്ഷെ ഈ ഒരു കാര്യം എനിക്ക് തെളിയിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ വന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം അവർ തന്നെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് വയ്യ എന്നുള്ള കാര്യങ്ങൾ. ഇത് തന്നെയാണ് അവനും പറഞ്ഞുകൊണ്ടിരുന്നത്. കുറേ കാര്യങ്ങൾ എനിക്കും അറിയാം, പക്ഷെ ഞാനൊന്നും സോഷ്യൽ മീഡിയ വന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങൾക്കറിയാത്തതിൻ്റെ അപ്പുറത്തെ കഥകൾ ഞങ്ങൾക്കറിയാം. പറയാൻ മനസ്സിലായില്ലേ? ഞങ്ങൾ സത്യം പറഞ്ഞാൽ മണിച്ചിത്രത്താഴിനകത്ത മോഹൻലാലിൻ്റെ കൂടെ എല്ലാ സ്റ്റെപ്പേ ഇറങ്ങി വരത്തില്ല, എല്ലാം അറിഞ്ഞുകൊണ്ട് വരത്തില്ലേ, അതുപോലായിരുന്നു. ഇവിടെ വന്നിട്ട് ഓരോന്നത്തെ എക്സ്ക്ലൂസീവ്, അത് ഇത് മറ്റേത് മറിച്ചത് പഴം, ഇതൊക്കെ ഞങ്ങൾക്ക് വെറും പുച്ഛം മാത്രമായിരുന്നു. ഞങ്ങളിതൊക്കെ അറിഞ്ഞ കഥകൾ, എനിക്കൊന്ന് 1 വർഷം മുമ്പ് അറിഞ്ഞ കഥകളായിരുന്നു കഴിഞ്ഞ 2-3 മാസമായിട്ട് അടിച്ചുകൊണ്ടിരുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല. ബൈ ഗൈസ്, ലവ് യു ഓൾ ഗൈസ്.